ഹബീബിന്റെ വഫാത്തിന്റെ ഒരു കാരണം അതാണ്. പിന്നെ നബിക്ക് പനി ബാധിച്ചത്. അങ്ങനെയാണെങ്കിൽ അള്ളാന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടവർ ജീവിച്ചിരിക്കുന്നവരാണല്ലോ. അത് എന്തായാലും ഹബീബ് അതിൽ പെട്ടുപോയില്ലേ? ഹബീബ് വധിക്കപ്പെടുകയായിരുന്നുവല്ലോ. എന്നാൽ സ്വാഭാവിക മരണവും ഷഹീദിന്റെ കൂലി നബിക്ക് അല്ലാഹു നൽകൂലേ? അല്ലാഹുവിനോട് ഷഹാദത്ത് ചോദിച്ചിട്ടില്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അങ്ങനെ മദീനയിൽ ജീവിച്ചിരിക്കുന്ന ഹബീബ് എന്ന് തന്നെ പറയട്ടെ. അത് ഭൗതിക ജീവിതമല്ല. എന്നാൽ ഹബീബിന്റെ ബർസഖിലെ ജീവിതം വിശ്രമമുള്ള ജീവിതമാണ്. നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ എനിക്ക് എത്തിച്ചു തരാൻ മാത്രം ഡ്യൂട്ടിയുള്ള മലാഖമാരുണ്ടെന്ന് അവിടുത്തെ പരിശുദ്ധ നാമം കൊണ്ട് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി. എന്റെ ഉമ്മത്തികളെ, നിങ്ങൾ ചെയ്യുന്ന എല്ലാ നന്മയും അള്ളാഹു എനിക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന നന്മ കാണുമ്പോൾ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കും. നിങ്ങൾ ചെയ്യുന്ന ഭൂരിവാസം, മദ്യപിക്കുന്നത്, വ്യഭിചരിക്കുന്നത്, മോശപ്പെട്ടത് ചെയ്യുന്നത് എല്ലാം എനിക്ക് കാണിക്കപ്പെടുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് പൊറുക്കലിന് ചോദിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പുണ്യ റസൂലിനോട് സ്നേഹം കാണിക്കുന്നതും ഹബീബിന്റെ പേര് പറയുമ്പോൾ കണ്ണുകൾ നനയുന്നതും ഹബീബിന്റെ അപദാനങ്ങൾ വാഴ്ത്തുന്നതും അവിടുത്തെ മൗലിദ് പാരായണം ഹബീബിന്റെ മദ്ഹല്ലേ പറയുന്നത്, ഹബീബിനെ പുകഴ്ത്തുകയല്ലേ? ഇത് അല്ലാഹുവിന് ഇഷ്ടമല്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? എങ്ങനെ പറയാൻ കഴിയും? സ്നേഹമല്ലേ അത്? സ്നേഹമല്ലേ അത്? ഹബീബിന്റെ മദീന ബസ്വാറത്ത് ഖോ ഗയി ലേകിൻ ബസീറത്ത് തോ സലാമത്ത് ഹൈ. मदीना हमने देखा है मगर नादीदा नादीदा. मदीना जाके हम समझे तक़द्दुस किसको कहते हैं. हवा पाकीज़ा पाकीज़ा, फिज़ा संजीदा संजीदा. മദീന ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ കൽബിന്റെ കണ്ണുകൊണ്ട്. ബസ്വാറത്ത് ഖോ ഗയി, കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ എന്താണ്? ബസീറത്ത് തോ സലാമത്ത് ഹൈ. എന്റെ കൽബിന്റെ കാഴ്ച അല്ലാഹു നഷ്ടപ്പെടുത്തിയില്ലല്ലോ. കൽബ് കൊണ്ട് ഞാൻ മദീന കണ്ടു. ഏതാണ് ഈ മദീന? മക്കയോട് യാത്ര പറയുമ്പോൾ 53 വർഷം ജീവിച്ച നാടിനോട് 53 വർഷം ജീവിച്ച നാടിനോട് യാത്ര പറഞ്ഞ് തിരിഞ്ഞു പോരുമ്പോൾ ഹബീബ് ദുആ ചെയ്ത ദുആ പരിശുദ്ധ ഹദീസുകളിൽ പരിശോധിച്ചു നോക്കണം. എന്താണ് പറഞ്ഞത്? അല്ലാഹുവേ ഖറജ്തു മിൻ അഹബ്ബിൽ ബിലാദി ഇലയ്യ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നാട്ടിൽ നിന്നാണ് അല്ലാഹുവേ ഞാൻ ഈ പോരുന്നത്. മക്കയിൽ നിന്നാണ് ഞാൻ പോരുന്നത്. മക്ക എനിക്ക് ഇഷ്ടപ്പെട്ട നാടാണല്ലോ. ഫഅദ്ഖിൽനി അഹബ്ബൽ ബിലാദി ഇലൈക. നിനക്ക് ഏറ്റവും സ്നേഹമുള്ള, നീ എമ്പാടും ഇഷ്ടപ്പെടുന്ന ഒരു നാട്ടിലേക്ക് എന്നെ എത്തിക്കണം പടച്ചവനെ. ഞാൻ പോരുന്നത് എനിക്കിഷ്ടപ്പെട്ട നാടാണ്. എന്നെ നീ എത്തിക്കേണ്ടത് നിനക്കിഷ്ടപ്പെട്ട നാട്ടിലേക്കാണ്. ആ നാടായിരുന്നു മദീനത്തുൻ നബി. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, അലൈക്കും. മൗലിദ് പാരായണം ചെയ്യുമ്പോൾ മറുപടിയായി ചൊല്ലുന്ന വാക്കാണിത്. മറുപടിയായി ചൊല്ലുന്ന സ്വലാത്തല്ലേ പറയുന്നത്? യാ നബി, ഓ നബിയേ സലാം അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ. അതിൽ ഏറ്റവും അത്ഭുതം എന്താ? നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഫർദ് നിസ്കരിക്കുമ്പോഴോ സുന്നത്ത് നിസ്കരിക്കുമ്പോഴോ ഒരാൾ വാതിൽ തുറന്നു വന്നു എന്ന് വിചാരിക്കുക. ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ ഒരു ഉദാഹരണം പറയാം. ഞാൻ നിസ്കരിക്കാം, സയ്യിദ് അവരുടെ റൂമിലേക്ക് വന്നു, അല്ലെങ്കിൽ അവിടെ കടന്നു വന്നു, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഞാൻ തങ്ങളോട് വഅലൈക്കും അസ്സലാം, തങ്ങളെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാകട്ടെ എന്ന് തങ്ങളോട് മറുപടി പറഞ്ഞാൽ എന്റെ നിസ്കാരം ബാത്തിലാണ്. നിസ്കാരം ബാത്തില, നേരിട്ട് പറയാൻ പാടില്ല. പക്ഷേ അത്തഹിയാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഓ നബിയേ, ഓ നബിയേ, അങ്ങേക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ എന്ന് അങ്ങ് മദീനയിൽ കിടക്കുന്ന നബിയോട് അസ്സലാമു അലൈക
ഇവിടെ കുമ്പോലിൽ നിന്ന് ഇവിടെ നിൽക്കുന്ന ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എന്ന് മുമ്പിലുള്ള ആരോട് പറയുന്ന പ്രയോഗമാണ് അസ്സലാമു അലൈക. അത് മാത്രമോ അയ്യുഹൻ നബിയു, ഓ നബിയേ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ എന്ന് നേർക്കുനേരെ പറയുന്ന ഈ സലാം നിസ്കാരത്തിൽ പറഞ്ഞില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാകും. അതാ വ്യത്യാസം. ഇത് പറഞ്ഞിട്ടില്ലേ നിസ്കാരം ബാത്തിലാകും. അവിടെ ശിർക്ക് വരുന്നില്ല സഹോദരാ, കുഫ്ർ വരുന്നില്ല സഹോദരാ. നിസ്കാരത്തിന്റെ ഉള്ളിൽ തന്നെ അസ്സലാമു അലൈക എന്ന് പറയാൻ അല്ലാഹു കൽപ്പിക്കുകയാണ്. പറ്റുമെന്ന് പറയുക മാത്രമല്ല, അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാ നബി സലാം അലൈക, നിങ്ങൾക്ക് എന്ന് ഡയറക്റ്റായി നബിയോട് സലാത്തും സലാമും സ്വലാത്തും സലാമും നിസ്കാരത്തിന്റെ പുറത്ത് പറഞ്ഞാൽ പിന്നെ എവിടെയാ കുഫ്റാകുന്നത്? നിസ്കാരത്തിൽ തന്നെ അത് കുഫ്റാകില്ല. നിസ്കാരം ശരിയാവണമെങ്കിൽ അത് പറഞ്ഞേ പറ്റൂ. അസ്സലാമു അലൈക. ഇങ്ങനെയൊക്കെയാണ് സംഗതി കിടക്കുന്നത്. പേടിപ്പിക്കുമ്പോൾ ഇതൊന്നും നമുക്ക് ഓർമ്മ വരില്ല. കുറച്ചോനെ അപ്പുറത്ത് ഇങ്ങനെ ഉണ്ടല്ലോ, ഇതൊന്നും സാധാരണക്കാരിൽ നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് വെറുതെ പേടിച്ച് പേടി രോഗം പിടിപെട്ട് ഈമാനും വിശ്വാസവും ഇല്ലാതെ കർമ്മങ്ങൾ നശിച്ചു പോകുന്ന പണി ചെയ്യരുത് ചെറുപ്പക്കാരെ. വിശേഷിച്ച് ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഈമാൻ ഉറച്ചു വരുന്നേ ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും തട്ടിക്കൊണ്ടുപോയേക്കും ഏതെങ്കിലും ചില ക്ലിപ്പുകൾ, ഏതെങ്കിലും ചില നോട്ടീസുകൾ, ഏതെങ്കിലും ചില മെസ്സേജുകൾ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പോകുമ്പോൾ പറയുന്നത്, അല്ലാഹുവേ നിനക്ക് ഇഷ്ടപ്പെട്ട നാട്ടിലേക്കാണ് എന്നെ എത്തിക്കേണ്ടത്. ഇനി അതുമാത്രമല്ല, മദീനയിൽ ചെന്നപ്പോൾ ഹബീബ് ആദ്യമായി കടന്നു ചെന്ന ആദ്യത്തെ വീട് ആരുടെ വീടാണ്? അബൂ അയ്യൂബിൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. അതിനൊരു ചരിത്രമുണ്ട്. ആ വീടിലൊരു ചരിത്രമുണ്ട്. 200 വർഷങ്ങൾക്ക് മുമ്പ് നബി ജനിക്കുന്നതിന്റെയും 200 വർഷങ്ങൾക്ക് മുമ്പ് മദീന ആക്രമിക്കാൻ വന്നിരുന്നു ഒരു യമനി രാജാവ്. യമൻകാരനായ രാജാവ് മദീന ആക്രമിക്കാൻ വന്നിരുന്നു. എന്തായിട്ടും മദീനയിലേക്ക് അടുക്കാൻ പറ്റുന്നില്ല. മദീനയെ ആക്രമിക്കാൻ പറ്റുന്ന മദീനയുടെ പേര് യസ്രിബ് എന്നാണ്. ആക്രമിക്കാൻ പറ്റുന്നില്ല. ഒന്നാമത്തെ ദിവസം പിന്മാറി, രണ്ടാമത്തെ ദിവസവും പിന്മാറി. അന്ന് രാത്രി മദീനക്കാരായ മുഴുവൻ ആളുകളും വീടുകളിൽ ഭക്ഷണം വിളമ്പി. എന്തിനെന്നറിയോ? ഈ സൈന്യത്തിന് ഭക്ഷണം കൊടുക്കാൻ. അവർക്കറിയാം യമനിൽ നിന്ന് വന്ന സാധുക്കളാണ്, മദീനയോട് യുദ്ധം ചെയ്യാൻ വന്നവരാ. ഇവർക്കിവിടെ റെസ്റ്റോറന്റ് ഇല്ല, ഇവർക്കിവിടെ ഭക്ഷണം കിട്ടാൻ ഒരു ക്യാൻറ്റീനുമില്ല. അങ്ങനെ മദീനക്കാർ ഓരോരുത്തരും ഭക്ഷണം ഉണ്ടാക്കി ഈ രാജാവിനും സൈന്യത്തിനും അവരുടെ ടെന്റുകളിൽ മദീനയിലെ പുറത്ത് കൊണ്ടുപോയിട്ട് തിന്നോളൂ, ക്ഷീണിച്ചു കാണുമല്ലോ, യമനിൽ നിന്ന് വന്നതല്ലേ, ഒരുപാട് നേരമായില്ല യുദ്ധം ചെയ്യാൻ തുടങ്ങിയിട്ട്. പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഇതെന്ത് കഥ? നിങ്ങളോട് ഞങ്ങൾ യുദ്ധം ചെയ്യാൻ വന്നിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം തരിക? അങ്ങനെ ഒരു പ്രതിപക്ഷം അങ്ങനെ ഉപയോഗിക്കുന്നത്? നിങ്ങൾ ആക്രമിക്കാൻ വന്നത് നിങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണം തരിക, നിങ്ങൾ ആക്രമിക്കാനോ? എന്താണിത് കഥ എന്ന് ചോദിച്ചു. മദീനക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, മദീനത്ത് പോയവർക്ക് മനസ്സിലാവും. മദീന വല്ലാത്തൊരു ശാന്തമാണ്. ഹവാ പാകീസ പാകീസ ഫിസാ സഞ്ജീദ സഞ്ജീദ. വളരെ ശാന്തമായ മനസ്സുള്ളവരാണ് മദീനക്കാർ. ഇന്നും അങ്ങനെയാണ്. റമദാനിലൊക്കെ തന്നെ മനസ്സിലാവില്ലേ? കൈപിടിച്ച് ഞങ്ങള് സ്വത്തിലിരിക്കും, ഓരോ കുടുംബക്കാർ ഓരോ സ്വത്ത് വിരിച്ച് അല്ലേ, സംസം വെള്ളം കാരയ്ക്ക് വെച്ച് ഇങ്ങോട്ട് വരും കുട്ടികൾ പിടിച്ചുകൊണ്ടുപോകുക. ഇത് ഹബീബിനെ സ്വീകരിച്ചതിന്റെ അടയാളമാണെന്ന്. അപ്പോ ഇയാൾ ചോദിച്ചു, അല്ല കൂട്ടരെ, നിങ്ങൾക്ക് എന്താ പറ്റിയത്? നിങ്ങൾ ആക്രമിക്കാൻ വന്ന് ഞങ്ങൾക്ക് നിങ്ങൾ ഭക്ഷണം തരേ? അപ്പം മദീനക്കാർ പറഞ്ഞു, അല്ലയോ രാജാവേ, ഞങ്ങൾ ഇവിടെ യുദ്ധം ചെയ്യുന്നവരല്ല. ലോകത്തിന്റെ അന്ത്യഗുരു, ലോകത്തിന്റെ അന്ത്യപ്രവാചകർ, ലോകത്തിന്റെ അവസാനത്തെ നബിയായി വരുന്നവർ, ആ നബി വരുന്നത് ഈ നാട്ടിലാണ് വരിക എന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ നബിയെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നവരാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നവരല്ല. ചോദിച്ചു, അങ്ങനൊരു നബിയോ? എനിക്കൊന്ന് പഠിക്കണല്ലോ. ജൂതപണ്ഡിതന്മാരെ കൊണ്ടുവന്നു, എമ്പാടും തെളിവുകൾ നിരത്തി കൊടുത്തു. ഒരു അന്ത്യപ്രവാചകൻ വരും. ആ നബി വരുന്നത് ബൈനൽ ഹർറതൈൻ,
ആ വാക്ക് ഇന്നും ബൈബിളിലുണ്ട്. The Lord came on Sinai, shined on Seri. He came forth from Mount Paran. He came with 10,000s of saints. From his right hand there went a fiery law. ഈ നബിയെ കുറിച്ച്, നബി തങ്ങളെ കുറിച്ച് ബൈബിൾ പുസ്തകം പറയാം. സീനാ മലയിൽ പ്രത്യക്ഷമായ പ്രഭ, സേരി മലയിൽ സാഈർ കുന്നുകളിൽ ഈസ നബിക്ക് ഇൻജീൽ കിട്ടിയ അനുഭവമാണത്. ആ പ്രഭ he came forth from Mount Paran. പാറാൻ കുന്നുകളിലൂടെ ഒരിക്കലൂടെ പ്രക്ഷോഭിക്കാൻ പോവുകയാണ്. പാറാൻ കുന്നുകളിൽ ഒരു നബി വരുന്നുണ്ട്. പാറാൻ കുന്നുകളിൽ ഒരു കിതാബ് ഇറങ്ങും. ആ കിതാബ് പരിശുദ്ധ ഖുർആൻ. ഏതാണ് ഈ പാറാൻ കുന്നെന്നറിയോ? ചരിത്രകാരനായ സർഗില്യമൂർ അദ്ദേഹം രേഖപ്പെടുത്തി, പാറാൻ കുന്നെന്ന് പറയുന്നത് മക്കയും മദീനയും ത്വായിഫും അടങ്ങുന്ന പ്രദേശത്തിന് പറയുന്ന പേരാ ചരിത്രത്തിൽ. ഇഖ്ബാലിന്റെ കവിതയിൽ കാണാം പാറാൻ കുന്നുകൾ. ഫിർവാദിയ പാറാൻ കെ, ഫിർവാദിയ പാറാൻ കെ ഹർ സർറ കോ ചമകാ ദേ, ഫിർ ശൗക തമാശാ ദേ, ഫിർ സൗക തഖാദാ ദേ. या रब दिल मुस्लिम को वो जिंदा तमन्ना दे, जो कल्ब को गरमा दे और रूह को तड़पा दे. महरूम तमाशा को फिर दीदे बीना दे, देखा है जो कुछ मैंने औरों को भी दिखला दे. एहसास अनायत कर आसार मुसीबत का, इमरोज की सोरिश में अंदेशे फरदा दे. फिर वादी पारान के हर जर्रे को चमका दे. അല്ലാഹുവേ, പാറാനിന്റെ ഓരോ മണൽത്തരിക്കും ശോഭ നൽകണേ എന്ന് പറഞ്ഞ പാറാൻ മക്കയും മദീനയും ത്വായിഫിനും ഇടയിലുള്ള സ്ഥലമാണ്. അവിടെ വന്ന നബി, ഒരു നബിയേ ഉള്ളൂ മുസ്ലിമിന് ശേഷം, അത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. ഈ കഥകൾ പറഞ്ഞു കൊടുത്തപ്പോ രാജാവ് പറഞ്ഞു, എന്നാൽ പിന്നെ ആ നബിയെ സ്വീകരിക്കാൻ ഞാനും ഒന്നൊരുങ്ങട്ടെ, എനിക്ക് മാപ്പ് തരണം. ആ നബി വരുന്നൊരു നാടിനോടാണോ ഞാൻ ഈ യുദ്ധം ചെയ്യാൻ വന്നത്? ഞാൻ ആ പ്രവാചകന് താമസിക്കാൻ എന്നാണോ വരുന്നത്? അന്ന് താമസിക്കാൻ ഒരു വീട് ഇവിടെ പണിയുകയാണ്. അന്ന് മദീനയിൽ ഒരു തട്ടുള്ള വീടില്ല, ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ ഉള്ളൂ. ആദ്യമായി നബി വരുന്നതിന്റെ 200 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു വീട് പണിതു യമൻ രാജാവ്. അതിന് തട്ടുമുണ്ട്. ട്രൂ സ്റ്റോറി എന്ന് പറയാം. ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ. ആ വീട് രാജാവ് കുടുംബത്തെ ഏൽപ്പിച്ചു. ആ കുടുംബം കൈമാറി 200 കൊല്ലം കഴിഞ്ഞതിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് കടന്നു വന്നപ്പോ, തലഅൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വദാഇ വജബ ശുക്റു അലൈനാ മാദാ ലില്ലാഹി ദാഇ. കൊച്ചുകുട്ടികളും ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും ആരവത്തോടെ ദഫ്മുട്ടി പാടി നബിയെ സ്വീകരിക്കുകയും, നബിയെ ഇന്ന് എന്റെ വീട്ടിൽ, നബിയെ ഒന്ന് എന്റെ വീട്ടിൽ കടന്നുറങ്ങണം, നബിയെ എന്റെ പുരക്ക് വരണം, നബിയെ എന്റെ വീട്ടിൽ ഭക്ഷണം. ഓരോരുത്തരും വിളിച്ചപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എങ്ങനെയാണ് ഒരുപാട് ആളുകൾ വിളിക്കുമ്പോ നബിക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുക? How can a man choose from when so many welcome? ഒരുപാട് ആളുകൾ ഇങ്ങനെ ക്ഷണിച്ചാൽ എങ്ങനെയാണ് നബി തങ്ങൾക്ക് ഒരാളെ തെരഞ്ഞെടുക്കാൻ പറ്റുക? നബിയുടെ ഒട്ടകത്തെ കിട്ടേക്കണം, ആ ഒട്ടകം നടക്കട്ടെ. അല്ലാഹുവിനാൽ റഡാർ സംവിധാനം പോലെയല്ല, റബ്ബിന്റെ സംവിധാനത്താൽ കൺട്രോൾ ചെയ്യപ്പെട്ട ഒട്ടകമാണത്. അതങ്ങ് നടക്കട്ടെ. ആ ഒട്ടകം എവിടെയാണോ മുട്ടുകുത്തുന്നത് അവിടെയാണ് ഹബീബ് താമസിക്കാൻ പോകുന്നത്. മന്നം നടന്ന് ആ ഒട്ടകം ചുറ്റുപാടും നോക്കുകയും അവസാനം ഇരിക്കുകയും ചെയ്തത് 200 കൊല്ലം മുമ്പ് പണിതി വെച്ച അതേ വീടിന്റെ മുമ്പിൽ. ആ വീടെന്ന അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിന്റെ കയ്യിലാണ്. ഇതൊക്കെ യാദൃച്ഛികതയായിരുന്നു. നബിയുടെ ഈ വരവ് ലോകത്തോട് മുഴുവനും അലങ്കാര ചാർത്തിക്കൊണ്ട് ആർഭാടപരമായി ഹബീബിന്റെ വരവിനെ ലോക
ലോകത്തിന് സന്തോഷം നൽകാൻ വന്ന ഹബീബിനെ സ്വീകരിക്കാൻ എല്ലാ ഏർപ്പാടുകളും അല്ലാഹു ചെയ്തു വെക്കുകയായിരുന്നില്ലേ? അത് മാത്രമോ, ഹബീബ് കിടക്കുന്നത് മദീനയിൽ. ഹബീബിന്റെ ഉമ്മ എവിടെയാണ്? വാപ്പ എവിടെയാണ് കിടക്കുന്നത്? ഹബീബിന്റെ ഉമ്മ എവിടെ കിടക്കുന്നത്? എവിടെയാണ് വാപ്പ കിടക്കുന്നത്? രണ്ടുപേരുടെയും നാട് മക്കയായിരുന്നു. ആമിന ബിൻത് വഹബ് റളിയല്ലാഹു അൻഹ ഉപ്പയാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. രണ്ടുപേരും മക്കക്കാരാണ്. ആ മക്കക്കാർ ഒരു 100 കിലോമീറ്റർ അപ്പുറത്തല്ല പോയി മരിച്ചു കിടക്കുന്നത്. ഇവിടുന്ന് മംഗലാപുരത്തേക്കുള്ള ദൂരമല്ല. ഇവിടുന്ന് ഉദ്ദേശം ഒരു കൊല്ലം വരെ, തിരുവനന്തപുരം വരെ പോകാൻ ഉദ്ദേശം ഒരു 500 ചില്ലറ കിലോമീറ്റർ വേണ്ടേ? 600 കിലോമീറ്റർ വേണ്ടേ? തിരുവനന്തപുരത്തേക്ക് എത്ര കിലോമീറ്റർ ഓടുന്നു? 500 ചില്ലറ വരും, 600 സംതിങ് വരും. എന്നാ പിന്നെ കൊല്ലത്തേക്ക് കൂട്ടാം. കൊല്ലം വരെ. ഈ കുമ്പോലിന്ന് കൊല്ലത്തേക്ക് ഒരാൾ നടന്നു പോകുമോ? 1400 കൊല്ലം മുമ്പ് ഒന്നാലോചിച്ച് നടന്നു പോകുന്നു. മാക്സിമം കാസർഗോഡ് വരെ പോയി. ഇപ്പൊ നമുക്ക് തീരെ വയ്യ. നമ്മൾ ഉപ്പള വരെ നടന്നാൽ പിന്നെ ഇങ്ങോട്ട് ആംബുലൻസ് കൊണ്ടുവരേണ്ടി വരും അല്ലേ? തീരെ നടക്കാൻ പറ്റാത്ത കാലം. 500 കിലോമീറ്റർ അപ്പുറത്തേക്ക് നടന്നു. ആര്? നബിയുടെ ഉമ്മ, നബിയുടെ വാപ്പ റളിയല്ലാഹു അൻഹും. ജനിക്കുമ്പോൾ, ഹബീബ് ജനിക്കുമ്പോൾ ഉപ്പ ഭൂമിയുടെ മുകളിലില്ല. ആമിന ബീവി റളിയല്ലാഹു അൻഹ ബഹുമാനമഹതിയായ ആമിന ബീവി നബിക്ക് ജന്മം കൊടുക്കാൻ പോകുമ്പോൾ അങ്ങകലെ ഫലസ്തീനിലേക്ക്, ഗസയിലേക്ക് അബ്ദുൽ മുത്തലിബ് എന്നവരുടെ കുടുംബത്തെ കാണാൻ വേണ്ടി പോയതായിരുന്നു നബിയുടെ ഉപ്പ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ തീരുമാനം നോക്കണം. അല്ലാഹുവിന്റെ റസൂൽ എന്ന നൂറ്, ആ ഒരു പ്രകാശം, വതഖല്ലുബക ഫിസ്സാജിദീൻ, സുജൂദ് ചെയ്യുന്ന ആളുകളുടെ മുതുകുകളിലൂടെ അല്ലാഹു നിങ്ങളെ കൊണ്ടുവരുന്നത് അല്ലാഹു കാണുന്നുണ്ട് നബിയെ. ആ പ്രകാശം, നബിയുടെ പ്രകാശം അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ആമിന ബീവിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞപ്പോൾ ഇനി നബിക്കൊരു അനിയൻ വേണ്ട, നബിക്കൊരു ജ്യേഷ്ഠൻ വേണ്ട, ഇനി ഒരു പെങ്ങൾ വേണ്ട. ആ പ്രകാശം പൂർണ്ണമായും ഹബീബ് ആവാഹിച്ചെടുക്കാനായിരിക്കണം അല്ലാഹുവിന്റെ റസൂൽ എന്ന ഒരൊറ്റ കുഞ്ഞിൽ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന് മരണം സംഭവിക്കുന്നത്. ഗസയിൽ തിരിച്ചു വരുമ്പോൾ നടന്നു വരുമ്പോൾ മദീനയിലെത്തിയപ്പോഴല്ലേ നബിയുടെ ഉപ്പ വഫാത്താകുന്നത്. ഈ അടുത്ത കാലം വരെ ആ ഖബർ എവിടെയാണെന്ന് അവിടത്തുകാർക്ക് അറിയാം. ഇപ്പോഴല്ലേ തേച്ചുമാച്ച് കളഞ്ഞത്. നബിയുടെ ഉപ്പ കിടക്കുന്നത് മദീനയിൽ എന്നത് ഉറപ്പല്ലേ? സംശയമില്ലാത്ത വിഷയമല്ലേ? അത് എവിടെയെന്നല്ലേ കാണാത്തത്? അത് മദീനയിലാണല്ലോ. മദീനയിൽ നബിയുടെ ഉമ്മയോ, പ്രിയപ്പെട്ട ഉമ്മ, ഹബീബിന്റെ കൈപിടിച്ച് നബി തങ്ങൾക്ക് 6 വയസ്സ് പ്രായമുള്ളപ്പോൾ മദീന വരെ കൊണ്ടുപോയി. ആ ഉമ്മ ഇവിടുന്ന് കൊല്ലത്തേക്കോ ട്രിവാൻഡ്രത്തേക്കോ നടക്കണ പോലെ ഹബീബിനെ കൊണ്ട് നടന്നില്ലേ ആമിന ബീവി റളിയല്ലാഹു അൻഹ? എന്തിനായിരുന്നു ആ നടത്തമെന്നറിയുമോ? നബിയുടെ പൊന്നുമ്മ ആമിന ബീവിയെ അബവായിൽ വെച്ച് അല്ലാഹു മരിപ്പിക്കുകയാണ്. രോഗബാധിതയായി പരിപാലിച്ച് പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടതും 500 കിലോമീറ്റർക്ക് പുറം അതേ സ്ഥലത്ത് മദീനയിൽ. വാപ്പ കിടക്കുന്നതും മദീനയിൽ. അല്ലാഹുവേ, നിനക്ക് ഇഷ്ടപ്പെട്ട നാട്ടിലേക്ക് എന്നെ കടത്തണേ എന്ന് പ്രാർത്ഥിച്ചു പോയ നബി ലോകാവസാനം വരെ കിടക്കുന്നതും മദീനയിൽ. വാപ്പയും അവിടെയാണ്, ഉമ്മയും അവിടെയാണ്, കുഞ്ഞായ നബിയും അവിടെയാണ് കിടക്കുന്നത്. റളിയല്ലാഹു അൻഹും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്നത് മദീനയിൽ. ഇതൊക്കെ യാദൃച്ഛികം എന്ന് പറയാൻ പറ്റുമോ? അത് അങ്ങനെ സംഭവിച്ചു. അങ്ങനെയാണോ? ഇതൊക്കെ ഒരു വളരെ പ്ലാൻഡ് ആയിട്ട് അല്ലാഹു ചെയ്യുകയായിരുന്നില്ലേ? വാപ്പയെ കൊണ്ടുപോയി കിടത്തി അവിടെ, പിന്നെ ഉമ്മയെയും നടത്തി കൊണ്ടുപോയി മക്കയിൽ നിന്ന്. പിന്നെ അതേ റസൂലിനെ പരിശുദ്ധമായ ഹിജ്റ കഴിഞ്ഞ് ഹബീബിനെ കൊണ്ടുപോയി അല്ലാഹു തആല ഹബീബിനെ കിടത്തിയതും മദീനയിൽ. മക്ക ഫത്ഹ് നടക്കുമ്പോൾ അൻസാരികൾ കരയുകയായിരുന്നു. വല്ലാത്ത കരച്ചിൽ, എന്തെന്നില്ലാത്ത കൂട്ടക്കരച്ചിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. ഇസ്ലാം ലോകങ്ങളെ ജയിച്ചട
പിടിച്ചടക്കുമെന്ന് അല്ലാഹു പറഞ്ഞപ്പോ, മക്ക കീഴടങ്ങുമെന്ന് അല്ലാഹു പറഞ്ഞപ്പോ, റബ്ബിന്റെ നസ്റും മക്കയുടെ ഫത്ഹും ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ്, ആ സംഭവം നടക്കുമ്പോൾ സ്വഹാബികളിൽ ഒരു വിഭാഗം ആളുകൾ അവരെ മദീനക്കാരായ അൻസ്വാരികളാണ്, അവരെ പൊട്ടിക്കരയുകയായി. നബി ചോദിച്ചു, അൻസ്വാരികളെ എന്തിനാണ് ഈ കരച്ചിൽ? അവർ പറയുന്നു, നബിയേ നബിയേ ഞങ്ങൾക്ക് സങ്കടമുണ്ട് നബിയേ, അങ്ങയുടെ നാട് മക്ക ഇസ്ലാമിന് കൈവന്നിരിക്കുകയാണ്, മക്ക ഇസ്ലാമിന് കടന്നു വന്നിരിക്കുകയാണ് നബിയെ. അങ്ങ് 53 വർഷം ജീവിച്ച മണ്ണല്ലയോ ഇത്? ഇനി അങ്ങ് മദീനയിലേക്ക് ഞങ്ങളുടെ കൂടെ വരുമോ? അങ്ങനെ മദീനയിൽ വരുമോ നബിയെ? അങ്ങ് ഇവിടെ തന്നെ താമസമാക്കുമോ നബിയെ? ഞങ്ങൾക്ക് സങ്കടമുണ്ട് നബിയെ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തോ ഒരു സ്നേഹം നമ്മൾ പറയാറുണ്ട്. ചില ആളുകൾ അങ്ങനെ തന്നെ പച്ചയിൽ അർത്ഥം വെക്കാറുണ്ട്. നബി തങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ആ സുന്നത്തും ഫർളും നബി പഠിപ്പിച്ചതനുസരിച്ച് ജീവിക്കലാണ്, അനുഷ്ഠിക്കലാണ്. അത് ശരി തന്നെ, അതിലൊരു സംശയമില്ല. അതിനപ്പുറത്തേക്കും സ്നേഹമുണ്ടല്ലോ. ആ സ്നേഹമാണ് അൻസാരികളെ കാണിക്കുന്നത്. ഇനി ഞാൻ ഒരു 10 മിനിറ്റിനകം ഇൻഷാ അല്ലാഹ് അതിന്റെ 5 മിനിറ്റ് കൂടെ ഏറെ ചോദിക്കുകയാണ്. 5 മിനിറ്റല്ല, 7 മിനിറ്റ് ഇൻഷാ അല്ലാഹ്. 10 മിനിറ്റ് പിന്നെ ദുആയും കൂടെ കഴിഞ്ഞാൽ നമുക്ക് 10:30 പിരിയാം ഇൻഷാ അല്ലാഹ്. തിരക്കുള്ളവർ പോയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. നമുക്ക് വേണ്ടി ദുആ ചെയ്യൂ, ഒരു പ്രയാസമില്ല. ഒരു 10 മിനിറ്റ് കൂടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഖബൂലാക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. 10:30 വരെ അല്ലേ? 10:30 വരെ പറ്റുമോ? കുഴപ്പമില്ല, കൈവയ്ക്കണ്ടേ? കുഴപ്പമില്ല വരുന്ന ചോദിച്ചേട്ടാ. അപ്പൊ നിങ്ങൾ കൊണ്ടിരിക്കാൻ കുഴപ്പമൊന്നുമില്ല. തിരക്കിലൊരു പോയിക്കോളൂടെ. ഞാൻ എപ്പോഴും പറയണം, തുടക്കത്ത് പറയാൻ മറന്നതാ, തിരക്കിലൊരു പോയിക്കോളി. ഞാൻ പറയാതിരുന്നതിന് കാരണമുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളിലൂടെ പറഞ്ഞു, സയ്യിദ് തങ്ങൾ പറഞ്ഞു, പരിപാടി കഴിഞ്ഞവരെ പോവരുത്. തങ്ങളാ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതാ പറയാം. നീനേറ്റ് നമ്മളൊക്കെ ഞാൻ പറയാറുണ്ട്, പോണവർക്ക് പോകാനൊരു സൗകര്യത്തിനാണ് ഞാൻ എഴുന്നേറ്റ് സ്വലാത്തെല്ലാം പറയുന്നത്. പോണൂര് ആരും കാണുന്ന പോവാല്ലോ. അപ്പോ ആ ഒരു വാക്ക് ഞാൻ പറയാതിരുന്നത് തങ്ങൾ പറഞ്ഞ വാക്ക് എതിരായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പൊ സമയം ഇങ്ങനെ ആയതുകൊണ്ട് പറയില്ല. ഞങ്ങളെ തിരക്കുള്ളവർ എല്ലാവർക്കും എന്തെല്ലാം തിരക്കുണ്ടാവുന്ന പല തിരക്കുണ്ടാവില്ല. പെണ്ണുങ്ങൾ വിളിക്കണ്ടല്ലോ, വന്നാൽ കുട്ടീനെ ഇടങ്ങാറാക്കാണ്ട് പോവാ വീട്ടിക്ക്. അപ്പുറത്ത് വിളിക്കണ്ട, പോകേണ്ടി വരും. അതിനൊന്നും കുഴപ്പമില്ല ഇൻഷാ അല്ലാഹ്. സന്തോഷമുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യും. നിങ്ങളിവിടെ വന്നില്ലേ? ഞാൻ വന്നത് തങ്ങൾക്ക് ഞാൻ വാക്ക് കൊടുത്തതാ, ഞങ്ങൾ വരുന്നു. ഞാൻ വന്നേ പറ്റൂ. നിങ്ങൾ വന്നത് എന്തിനാ? ദീൻ പഠിക്കാനാണ്. നിങ്ങൾ വന്നത് അള്ളാഹിനോട് റസൂലിനോട് സ്നേഹം ഉണ്ടായിട്ട് വന്നത്. അള്ളാഹു കബൂലാക്കട്ടെ. നിങ്ങളെന്ന് കബൂലാക്കും, അതിന്റെ കൂലി എനിക്കും ഉസ്താദ്മാർക്കും തങ്ങന്മാർക്കും ഒക്കെ അള്ളാഹു അതിന്റെ കൂലി അള്ളാഹു തരട്ടെ. അള്ളാഹു കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൻസാരികൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, ഹബീബായ നബിയേ, ഇനി നിങ്ങൾ മദീനയിലേക്ക് വരാതെ മക്കയിൽ തന്നെ തങ്ങുമോ? ഞങ്ങൾക്ക് പേടിയുണ്ട് നബിയേ. അതാണ് വിഷയല്ലേ? എനിക്ക് മനസ്സിലായി. എന്റെ സ്വന്തം നാട് കൈവന്നാൽ പിന്നെ മറുനാട്ടിൽ പോവോ? സ്വന്തം നാട് അല്ലാഹു തആല മക്കയെ മോചിപ്പിച്ചിരിക്കുകയാണ്. അത് രസകരമായ സംഭവമാണ്, ദീർഘിച്ച് പറയാൻ സമയമല്ല. മക്കയിലേക്ക് അന്ന് നബി തങ്ങൾ ഉംറ ചെയ്യാമെന്നപ്പോ അന്നത്തെ കഅബാലയത്തിന്റെ സൂക്ഷിപ്പുകാരൻ ഉസ്മാൻ ഇബ്നു ത്വൽഹ റളിയല്ലാഹു അൻഹു, പിന്നീട് മുസ്ലിമായി. ഞാൻ എവിടെയോ പറഞ്ഞപ്പോൾ ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അത് തെറ്റാണ്. ഉസ്മാൻ ഇബ്നു ത്വൽഹ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവരുണ്ട്, ഉസ്മാൻ ഇബ്നു ത്വൽഹ എന്നവരുണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവർ, ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്നവർ, ഒരുപാട് ഉസ്മാൻമാരുണ്ട് റളിയല്ലാഹു അൻഹു അജ്മഈൻ. ഈ സ്വഹാബിന്റെ പേര് ഉസ്മാൻ ഇബ്നു ത്വൽഹ എന്നാണ്. താക്കോലിന്റെ സൂക്ഷിപ്പ് തെറ്റിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തരണം. ഒരുപാട് ഉസ്മാൻമാരുണ്ട് റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ഇബ്നു ത്വൽഹ, ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്നവരല്ല. ഞാൻ അങ്ങനെ എവിടെയോ ഒരു കേസിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അത് തിരുത്തിക്കോളി. അത് തെറ്റാണ് പറഞ്ഞത്. അത് തെറ്റായിരുന്നു, തിരുത്തുക. ഉസ്മാൻ ഇബ്നു ത്വൽഹ റളിയല്ലാഹു അൻഹു അന്ന് മുസ്ലിമല്ല. ഉസ്മാൻ എന്നവരോട് ചോദിച്ചു, ഉസ്മാൻ ഇബ്നു ത്വൽഹ, ആ കഅബാലയത്തിന്റെ താക്കോൽ എന്ന് എനിക്ക് തരുമോ? തരൂല നബിയെ, തരൂല. അന്നത്തെ മുസ്ലിമല്ല, ഇസ്ലാമിലേക്ക് കഅബ മക്ക കിട്ടിയിട്ടില്ല. അപ്പൊ അവരെ ഖുറൈശികൾ ശരിക്കും ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ് അവിടെ. തരൂല എന്ന് പറഞ്ഞു. തങ്ങൾ പറഞ്ഞു, ആയിക്കോട്ടെ. ഒരു സമയം വരും ഉസ്മാൻ ഇബ്നു ത്വൽഹ, ആ താക്കോൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയും ആ കഅബ ഞാൻ എന്റെ കൈ കൊണ്ട് തുറക്കുകയും എനിക്കിഷ്ടമുള്ളവരെ കഅബയിലേക്ക് കടത്തുകയും എനിക്കിഷ്ടമുള്ളവരെ ഞാൻ തടയുകയും ചെയ്യുന്ന സമയം വരും കേട്ടോ. അന്ന് കാണട്ടെ എന്നായി അദ്ദേഹത്തെ. അന്ന് മുസ്ലിമായിട്ടില്ല, പിന്നെ സ്വഹാബിയായ റളിയല്ലാഹു അൻഹു. മക്കം ഫതഹായിരിക്കുകയാണ്. ഈ അൻസ്വാരികൾ കരഞ്ഞ നേരത്ത്
നബി തങ്ങൾ ചോദിച്ചു, താക്കോൽ എവിടെ? ഉസ്മാൻ ഇബ്നു ത്വൽഹ. താക്കോൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഉമ്മാന്റെ അടുത്ത് കൊണ്ടുകൊടുത്തിട്ടുണ്ട്. അന്ന് അറബികൾക്ക് പെണ്ണുങ്ങളെ പണ്ടേ പേടിയാണല്ലോ. പെണ്ണുങ്ങളുടെ അടുത്ത് അവരെ പിടിച്ചു വച്ചിട്ടൊന്നും ചെയ്യൂലല്ലോ. ഉമ്മയാണെങ്കിലും ഭയങ്കര ശൂരപരാക്രമിയായ ഉമ്മയാണ്. ഉമ്മാന്റെ അടുത്ത് പോയാൽ താക്കോല് കയ്യിലുണ്ടെ കൊടുക്കേണ്ടി വരും. ഉമ്മാന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു. ആര്? ഉസ്മാൻ ഇബ്നു ത്വൽഹ റളിയല്ലാഹു അൻഹു. അന്ന് സ്വഹാബിയല്ല, അന്ന് മുസ്ലിമായില്ല. താക്കോലോടെ എന്ന് ചോദിച്ചു. ഉമ്മാന്റെ അടുത്താന്ന് പറഞ്ഞു. കൊണ്ടുവരുന്ന് പറഞ്ഞു. ഞാൻ കൊണ്ടുവരില്ല എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കുന്ന ബിലാൽ എന്നോട് പറഞ്ഞു, നബിയെ ഞാൻ പോയി കൊണ്ടുവരാൻ. ബിലാൽ പറഞ്ഞു, യാ ഉമ്മ ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ ഉമ്മ, ആ താക്കോല് കിട്ടി തരുമോ? കത്തിർത്തണം പറഞ്ഞു. താക്കോലോ? പേടിച്ചോടി. ഉമർ റളിയല്ലാഹു അൻഹു, നബി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. താക്കോല് കിട്ടിയിട്ടില്ല ഉമറേ. ഞാൻ കൊണ്ടുവരുന്ന നബി, ഈ കൊണ്ടുവരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു കുന്നിങ്ങനെ, യാ ഉമ്മ ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ ഉമ്മ, ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ ഉമ്മ എന്ന് ആ കുന്നിറങ്ങുമ്പോൾ ഉമർ തങ്ങൾ ഒരു വിളിയാ വിളിച്ചത്. ദാ ഉമറേ താക്കോൽ. താക്കോൽ തരീന്ന് ഉമർ തങ്ങൾ ചോദിച്ചിട്ടില്ല. ദാ ഉമറേ താക്കോൽ. ഉമർ തങ്ങളാണ് വരുന്നത്. അവിടെ കത്തിയൊന്നും നടക്കൂല എന്നറിയാം. അങ്ങനെ കൊണ്ടുപോയി തുറന്നതാ കഅബ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുറന്നു. നാട് കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ഇനി നബി ഇപ്പോ 500 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോവോ? നബി ഇവിടെ തന്നെ താമസാക്കുവോ? ഇനി നബി മദീനത്തേക്ക് വരുമോ, മദീനയിൽ വരുമോ എന്ന് പേടിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അൻസാരികളെ, എനിക്ക് നിങ്ങളുടെ വിഷമം മനസ്സിലായി. നിങ്ങൾ പേടിക്കണ്ട. ലൗ സലകന്നാസു ശഅബൻ വസലകൽ അൻസാറു ശഅബൻ ലസലക്തു ശഅബൽ അൻസാർ. എല്ലാ മനുഷ്യരും ഓരോരോ താഴ്വരകൾ അന്വേഷിച്ചു പോയാൽ അൻസ്വാരികൾ വേറൊരു താഴ്വരയിലേക്കാണ് പോയതെങ്കിൽ ഞാൻ അൻസ്വാരികൾ പോകുന്നിടത്തേക്കാണ് ഞാൻ പോകുന്നത്. ഞാൻ മദീനയിലേക്ക് വരുന്നുണ്ട് അൻസ്വാരികളെ. മക്ക എന്റെ നാടാണ്, ശരിയാണ്. പക്ഷേ ഞാൻ മദീനത്തേക്ക് തിരിച്ചു പോരും. എന്തിനെന്നറിയോ? ഉമ്മ കിടക്കുന്നിടത്തേക്ക്, വാപ്പ കിടക്കുന്നിടത്തേക്ക് പൊന്നുമോനെ കൊണ്ടുപോവുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം. അതാണ് പരിശുദ്ധമായ മദീന. മൻ ശാഅ അൻ യമുത് ബിൽ മദീന ഫൽയമുത് ബിഹാ. ചില ആളുകൾ ചോദിക്കാറില്ലേ, ഇങ്ങനെ തലമറക്കൽ സുന്നത്താണെങ്കിലോ, എന്റെ തൊപ്പിക്കൽ സുന്നത്താണെങ്കിലോ? ചോദിക്കട്ടെ പൊന്നു സഹോദരന്മാരെ, ഒന്ന് ശമാഇൽ തുർമുദി ഹദീസ് എടുത്തു നോക്കി. നബി തങ്ങൾ തൊപ്പി വെച്ചിട്ടുണ്ട്, സല്ലല്ലാഹു തൊപ്പി മാത്രം. ചില സമയത്ത് തൊപ്പി വെച്ചിട്ട് കൂടെ തലപ്പാവ് കെട്ടിയിട്ടുണ്ട്. നബി തങ്ങൾ തലപ്പാവ് മാത്രം കെട്ടിയിട്ടുണ്ട്. ഹബീബിന് കറുത്ത തലപ്പാവുണ്ട്, വെള്ളയുണ്ട്, പച്ചയുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഹദീസിലില്ലേ? അതിപ്പോ വേഷല്ലേ? സുബ്ഹാനല്ലാഹ്. ഹബീബിന്റെ വേഷം കെട്ടലല്ലേ മറ്റു വേഷത്തെക്കാൾ നല്ലത്. പാൻസും ഷർട്ടും ഇട്ട് പഠിപ്പിച്ചത് പാശ്ചാത്യനാണ്. കോണം കെട്ടുന്ന നാട്ടുകാരായ ഭാരതത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? ഇന്ത്യയുടെ വേഷം പോലുമല്ല പാൻറ്റും ഷർട്ടും. പക്ഷേ നമ്മളത് എതിർക്കുകയല്ല. ഹബീബ് ധരിച്ച വസ്ത്രം എടുക്കാൻ ധൈര്യപ്പെടാതെ, സന്തോഷം കണ്ടെത്താതെ അതിനെ പുച്ഛിച്ചു തള്ളുകയും തലമറക്കൽ ഇസ്ലാമില്ലെന്ന് പറയുകയും തലപ്പാവ് കെട്ടൽ നിങ്ങൾ മുസ്ലിയാക്കന്മാർ ഉണ്ടാക്കിയതാണെന്ന് പറയുകയും ചെയ്യുന്ന സാധുവായ എന്റെ സഹോദര, യൂറോപ്പുകാരൻ കൊണ്ടുവന്ന വസ്ത്രത്തെക്കാളും എമ്പാടും നല്ലത് അഷ്റഫുൽ ഖൽഖ് ധരിച്ച വസ്ത്രമല്ലേ? ഇതിൽ സംശയമുണ്ടോ? അങ്ങനെ ആലോചിച്ചാ പോരെ. എന്തിനാണ് ഈ കളിയാക്കൽ? എന്തിനാണ് ഈ കൊഞ്ഞനം കാണിക്കൽ? എത്ര കാലമാണ് മനസ്സിൽ ഈ കൊഞ്ഞനം കാണിക്കൽ കൊണ്ടു നടക്കുക? എല്ലാം പുച്ഛം, എല്ലാത്തിനോടും പുച്ഛം, എല്ലാം ശിർക്ക്, എല്ലാം അനിസ്ലാമികം. ഇങ്ങനെ പറയരുത് സഹോദര, പറയല്ലേ. ഇത് ഈമാനിന്റെ വിഷയമാണ്. ഹബീബിനെ പുച്ഛിച്ചൊരു വാക്ക് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തു പോകും. സാധാരണ മനുഷ്യൻ, നബി സാധാരണ മനുഷ്യൻ. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നബി മലക്കാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. നബി ജിന്നാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. നബി സാധാരണ മനുഷ്യനാണ്. ഒരൊറ്റ കാര്യം പറയട്ടെ, അള്ളാന്റെ റസൂലിന്റെ സ്ഥാനം ഇടിച്ചു തകർക്കാനാണോ ഈ വാക്ക്? ഇത് ഖുർആനിൽ കടമെടുത്ത വാക്കാണോ? ആണെന്ന് പറയുന്നു അവര്. ഞാൻ പറയട്ടെ, അള്ളാഹു പറഞ്ഞ മുഴുവൻ വാക്ക് നിങ്ങൾ ഉദ്ധരിച്ചില്ലല്ലോ. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും. ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. അവിടെ നിർത്തിയോ ആയത്ത്? ആയത്ത് അവസാനിച്ചോ? ഇല്ല. അവിടെ വഖഫുണ്ടോ? വഖഫുമില്ല. എന്താ ബാക്കി? യൂഹാ ഇലയ്യ
എനിക്ക് വഹി വരുന്നുണ്ട് ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന്. അന്നമാ ഇലാഹുകും ഇലാഹുൻ വാഹിദ്. വഹി ലഭിക്കുന്ന മനുഷ്യനാണ് ഞാൻ മലക്കല്ല ജിന്നല്ല എന്ന് പറയാൻ നിബിധങ്ങൾ തെളിയിക്കുന്ന ഈ വാക്ക്. ഞാൻ അല്ലാഹുവല്ല, എനിക്കല്ല നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത്, എനിക്കല്ല നിങ്ങൾ നിസ്കരിക്കേണ്ടത്, ഞാൻ മനുഷ്യനാണ്. എന്നാൽ വെറും ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു നിർത്തിയോ? അല്ലാഹു ഇല്ല. യൂഹാ ഇലയ്യ, എനിക്ക് വഹി ലഭിക്കുന്നുണ്ടല്ലോ. വഹി ലഭിക്കുന്നത് സാധാരണക്കാരന് വഹി വരുന്നുണ്ടോ? അതെന്താ നിങ്ങൾ പറയാത്തത്? വഹി ലഭിക്കുന്ന സാധാരണക്കാരൻ എന്നല്ലേ അവിടെ പറയേണ്ടത്? അത് പറയാതെ വെറും സാധാരണക്കാരൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു മിഅ്റാജിന് കൊണ്ടുപോയ നബിയെ സാധാരണ മനുഷ്യനായി തരം താഴ്ത്തലല്ലേ? ഇങ്ങനെ പോസ്റ്റ്മാൻ കത്ത് കൊണ്ടുവരുമ്പോ ആ കത്തിന്റെ ഉള്ളടക്കം ആരാണോ സ്വീകരിക്കുന്നത് അയാളാണ് VIP. കത്ത് കൊണ്ടുവരുന്ന ആൾ പോസ്റ്റ്മാൻ എന്ന പോലെ നമുക്ക് നിസ്കാരവും നോമ്പും പഠിപ്പിക്കാൻ മാത്രം വന്ന ഒരു മെസ്സഞ്ചറാണ് നബിതങ്ങൾ എന്ന് പറയുന്നത്. ഹബീബിനെ താറടിച്ചു കാണിക്കലല്ല.